ലോകേഷ് നീ തീർന്നടാ നീ തീർന്ന്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ട സമയത്ത് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനായിട്ട് തോന്നിയില്ല. കാരണം നിങ്ങൾ ആരെക്കുറിച്ചാണ് ഈ കാര്യം പറയുന്നത്? മാനഗരം, കൈതി, മാസ്റ്റർ, വിക്രം, ലിയോ എന്നിങ്ങനെ 5 സിനിമകൾ. മാനഗര സിനിമ പുള്ളി ആദ്യമായിട്ട് ഡയറക്ട് ചെയ്യുന്ന സമയത്ത് പുള്ളിയുടെ സാലറി എന്ന് പറയുന്നത് അന്ന് 5 ലക്ഷം രൂപയായിരുന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. പിന്നീട് അതിനുശേഷം കൈതി ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ സാലറി 1 കോടിയായിട്ട് മാറി എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഓരോ സിനിമകളുടെയും ഒരു ഗ്രാഫ് നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ വളർച്ച എന്ന് പറയുന്നത് അങ്ങേയറ്റായിരുന്നു. ലിയോയ്ക്ക് ശേഷം ഇപ്പോൾ കൂലി സിനിമ ചെയ്തു നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സാലറി എന്ന് പറയുന്നത് 60 കോടി രൂപയാണ്. അതായത് കൂലി സിനിമയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം മേടിച്ചിരിക്കുന്ന സാലറി എന്ന് പറയുന്നത് 60 കോടി രൂപയാണ്. ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്നും പറയണില്ല. നമ്മൾ ഓൾറെഡി ഈ സിനിമയുടെ റിവ്യൂ ഒക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് സിനിമയിൽ കുറച്ച് പോരായ്മകളുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. ഒരുപാട് ലോജിക്കൽ മിസ്റ്റേക്സുകൾ ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ നമുക്ക് പിന്നീട് ചെയ്യാവുന്നതാണ്. ഈ ഒരു സിനിമ കാണുന്ന സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിനിമയുടെ ഏറ്റവും വലിയ പരാജയത്തിന്റെ കാര്യം എന്ന് പറയുന്നത് ഈ സിനിമ മുൻപത്തെ ലോകേഷ് പടങ്ങൾ പോലെ ആയിരുന്നില്ല. ഈ സിനിമയ്ക്ക് ഒരു വ്യക്തമായിട്ടൊരു ബിസിനസ് ഇവർ സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു. അതായത് അമീർ ഖാൻ എന്ന് പറയുന്ന ഒരു ഫാക്ടറിനെ കൊണ്ടുവന്നുകൊണ്ട് നോർത്തിൽ ഈ സിനിമയുടെ പബ്ലിസിറ്റി കൂട്ടുക, മാർക്കറ്റ് ചെയ്യുക, 1000 crores എന്ന് പറയുന്ന ഒരു ഫിഗർ എങ്ങനെയെങ്കിലും അടിക്കുക. കാരണം ഇതുവരെ മറ്റ് ഇൻഡസ്ട്രികൾക്ക് അടിക്കാൻ സാധിച്ചേക്കുന്ന ഈ ഒരു 1000 crores എന്ന് പറയുന്നത്, അതായത് തെലുങ്ക് ഇൻഡസ്ട്രിക്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബോളിവുഡിനായിക്കോട്ടെ, അല്ലെങ്കിൽ കന്നഡയ്ക്ക് ആയിക്കോട്ടെ, ഈ 3 ഇൻഡസ്ട്രികൾക്ക് അവരുടെ ബിഗ് ബഡ്ജറ്റ് സിനിമകൾക്ക് 1000 crores പറയുന്ന റെക്കോർഡ് നേടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഈ ഒരു റെക്കോർഡ് നേടാനായിട്ട് തമിഴ് സിനിമയെ കൊണ്ട് ഇതുവരെ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ 1000 crores എന്ന് പറയുന്ന ആ ഒരു എമൗണ്ട് അല്ലെങ്കിൽ ആ ഒരു ഡിജിറ്റിനെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ബേസിക്കലി ഈ ഒരു സിനിമയുടെ എല്ലാ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി വരുന്നത്. ഇപ്പൊ സിനിമയിൽ അമീർ ഖാനെ കൊണ്ടുവരേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. പക്ഷെ അമീർ ഖാനെ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചേക്കുന്ന സമയത്ത് നാച്ചുറലി 2 വലിയ പില്ലറുകൾ, അതായത് ഒരു സൈഡിൽ അമീർ ഖാൻ, മറ്റൊരു സൈഡിൽ രജനികാന്ത് എന്ന് പറയുന്ന 2 വലിയ പില്ലറുകൾ നിൽക്കുന്ന സമയത്ത് അവിടെ സ്ക്രിപ്റ്റിനെ ഇവർ നല്ല രീതിക്ക് കോംപ്രമൈസ് ചെയ്തു എന്നുള്ളത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പരാജയമായിട്ട് ക്ലൈമാക്സ് പോർഷനിൽ മാറി എന്നുള്ളൊരു കാര്യത്തിൽ എനിക്ക് തോന്നിയിരിക്കുന്നത്. കാരണം അതർവൈസ് അതുവരെ കിട്ടിയേക്കുന്ന ഒരു കിക്ക് എന്ന് പറയുന്നത് ക്ലൈമാക്സിൽ ഒരു ചെറിയൊരു സാധനം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, 2 മിനിറ്റിൽ മേലെ വരുന്ന ഒരു ഐറ്റം ഉണ്ട്. അതൊരു വേറെ ലെവൽ പരിപാടിയായിരുന്നു. കാരണം എനിക്ക് തോന്നുന്നു ഒരു രജനീകാന്തിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഫാൻ ബോയ് ട്രിബ്യൂട്ട് ആണെന്നുള്ളൊരു കാര്യം പറയാൻ പറ്റും. അല്ലെങ്കിൽ രജനി ഫാൻസിന് എഴുന്നേറ്റ് നിന്ന് കൈയടിക്കാനായിട്ടുള്ള ഐറ്റം അതിനകത്ത് ഉണ്ടായിരുന്നുള്ള കാര്യം പറയാൻ പറ്റും. അത്ര സ്റ്റൈലിഷ് ആയിരുന്നു. സോ ആ ഒരു പരിപാടി കാണിച്ചതിന് ശേഷം പിന്നീട് വരുന്നൊരു പോയിന്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ അമീർ ഖാനെ കാണിച്ചേക്കുന്ന രീതിയും പോർട്രേ ചെയ്തേക്കുന്ന രീതിയൊക്കെ വെറുതെ ഒരു മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് മാത്രം, നോർത്തിൽ ആ ഒരു പേര് വെച്ചുകൊണ്ട് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നേക്കുന്ന രീതിക്ക് 1000 crores വേണ്ടിയിട്ട് മാത്രമായിട്ട് കൊണ്ടുവന്നേക്കുന്ന ഒരു ക്യാരക്ടറായിട്ട് മാറി അമീർ ഖാൻ. അത് തന്നെയാണ് ഈ സിനിമയുടെ ആ ഒരു സ്ക്രിപ്റ്റിനെ കോംപ്രമൈസ് ചെയ്തതും അതുകൊണ്ട് തന്നെയാണ് സിനിമയ്ക്ക് ഒരു നെഗറ്റീവ് അഭിപ്രായം വന്നതെന്നുള്ളൊരു കാര്യത്തിനാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. പിന്നെ ഈ സിനിമയിൽ വന്നേക്കുന്ന ഇന്റർവൽ പഞ്ച് എന്ന് പറയുന്നത് സാധാരണ യൂഷ്വൽ ലോകേഷ് പടങ്ങളുള്ള പോലത്തെ ഒരു ഇന്റർവൽ പഞ്ച് ഈ സിനിമയ്ക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു കാര്യം അതൊരു സത്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം പഞ്ച് ഉണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട്, പക്ഷെ മറ്റുള്ള സിനിമകൾ, മറ്റുള്ള ലോകേഷ് പടങ്ങൾ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഇമ്പാക്ട് നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ള ഒരു ഫാക്ടർ തന്നെയാണ്. പക്ഷേ ഈ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിനെ മാറ്റി നിർത്തിക്കൊണ്ട്, ഇതിന്റെ ഒരു ബിസിനസ് സൈഡ് മാറ്റി നിർത്തിക്കൊണ്ട് ഇത് പ്യുവർ ലോകേഷ് എലമെന്റ് ആയിട്ട്, പഴയ സിനിമകൾ എന്തുകൊണ്ടാണ് ലോകേഷിന്റെ ബെസ്റ്റ് നോക്കിയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ലോകേഷ് വർക്ക് ചെയ്ത് എനിക്ക് തോന്നുന്നു അത് ബിസിനസ്സിന് വേണ്ടിയിട്ടായിരുന്നില്ല. ബേസിക്കലി പുള്ളിയുടെ ആ ഒരു കഥ പറയാൻ വേണ്ടിയിട്ടായിരുന്നു, ആ സിനിമയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. സോ അവിടെ സ്റ്റോറിനെ കോംപ്രമൈസ് ചെയ്യാനായിട്ട് പുള്ളി ഉദ്ദേശിച്ചിരുന്നില്ല. അവിടെ നല്ല സ്റ്റാറുകളെ കാസ്റ്റ് ചെയ്തുകൊണ്ട്, ചെറിയ ക്യാരക്ടേഴ്സിനെ എല്ലാം കാസ്റ്റ് ചെയ്തുകൊണ്ട്, ഇപ്പൊ ഇവൻ നെപ്പോളിയനെ വരെ കാസ്റ്റ് ചെയ്തേക്കുന്ന സമയത്ത് നമുക്കറിയാം അതിന്റെ ഇമ്പാക്ട് എന്താണെന്നുള്ളത്. കൈതി കണ്ടവർക്ക് അറിയാം. അതിനുശേഷം വിക്രം അല്ലെങ്കിൽ ഇപ്പൊ ലിയോല് വരെ പുള്ളിയുടെ എൻട്രി സീൻ വരുന്ന സമയത്ത് ബേസിക്കലി വലിയൊരു ഇമ്പാക്റ്റിനെയാണ് നെപ്പോളിയനെ കൊണ്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നത്. കറക്റ്റ് അല്ലേ? അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ക്യാരക്ടേഴ്സിന് വേണ്ടിയിട്ട് വെൽ സ്ക്രിപ്റ്റ് സെറ്റ് ചെയ്തുകൊണ്ട് ചെയ്തേക്കുന്ന ഒരു സിനിമയിലാണ് ശരിക്കും ലോകേഷിന്റെ ഏറ്റവും വലിയൊരു വിജയമായിട്ട് മാറിയിരുന്നത്. പക്ഷേ ഈ സിനിമയിലോട്ട് വരുന്ന സമയത്ത് പ്യുവർ ബിസിനസ് ആക്കിക്കൊണ്ട് അവിടെ സ്ക്രിപ്റ്റിനെ കോംപ്രമൈസ് ചെയ്തു എന്നുള്ളതിനെയാണ് സിനിമയുടെ ഏറ്റവും വലിയൊരു പരാജയമായിട്ട് മാറി എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഒരു ലോജിക്കൽ മിസ്റ്റേക്ക് വന്നു, അല്ലെങ്കിൽ മുൻപത്തെ ലോകേഷ് പടങ്ങളുടെ അത്രയും ഒരു വലിയൊരു ഇമ്പാക്ട് തരാനായിട്ട് സിനിമയെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സിനിമ വലിയൊരു മോശം സിനിമയാണെന്നോ അല്ലെങ്കിൽ ഇത് തിയേറ്ററിൽ കാണാൻ പാടില്ലേ എന്നൊക്കെ പറയുന്ന തരത്തിൽ അത്രയും അധപതിച്ച ഒരു സിനിമ എന്നുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. അത്യാവശ്യം നല്ല നീറ്റായിട്ട് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ്. കുറെ ലോജിക്കൽ കാര്യങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരു രജനി ഫാൻ എന്നുള്ള രീതിക്കാണെന്നുണ്ടെങ്കിലും ഒരു ലോകേഷ് ഫാൻ എന്നുള്ള രീതിക്കാണെങ്കിലും അത്യാവശ്യം എന്റർടൈൻഡ് ആയിട്ട്, ലോകേഷ് എന്നുള്ളൊരു കാര്യം മാറ്റി നിർത്തിയേക്ക്, കാരണം മുൻപത്തെ സിനിമകളൊക്കെ അന്ത ലെവലാണ്. ഒരു രജനി പടം നോക്കുന്ന സമയത്ത് ഈ അടുത്ത കാലത്ത് വന്നേക്കുന്ന ജയിലറിന് ശേഷം വന്നേക്കുന്ന നല്ലൊരു സിനിമ എന്നുള്ളൊരു കാര്യം 100% പറയാനായിട്ട് പറ്റും. പ്രത്യേകിച്ച് ഈ സിനിമയുടെ അവസാന പോർഷനിൽ സ്പോയിലറായിട്ട് ഞാനൊന്നും പറയണില്ല, ഒരു സീൻ കാണിക്കുന്നുണ്ട്. അവിടെ നമുക്ക് കിട്ടുന്ന ഒരു തെരിപ്പുണ്ട്. അതൊരു 1.5 പരിപാടി തന്നെയാണ്. നിങ്ങൾക്ക് അത് OTT വരുന്ന സമയത്ത് അതിന്റെ ഇമ്പാക്ട് എന്താണെന്നുള്ള കാര്യങ്ങളെ കുറിച്ച് ഓരോരുത്തരും ഡിസ്കസ് ചെയ്യുന്ന കാണാൻ പറ്റും. OTT ഇറങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാവരും സ്റ്റാറ്റസ് ഇടുന്നതായിട്ടും അല്ലെങ്കിൽ അങ്ങനെ കുറെ ഡിസ്കഷൻസ് വരുന്ന ഒരു സോ കോൾഡ് ഫ്ലാഷ് ബാക്ക് സീനാണെന്നുള്ളൊരു കാര്യം നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും. ഞാൻ ഇതുവരെ കണ്ടേക്കുന്ന ലൈഫിൽ കണ്ടേക്കുന്ന ഏറ്റവും നല്ല ഫ്ലാഷ് ബാക്ക് സീനുകളിലൊന്നാന്നുള്ളൊരു കാര്യം പറയാൻ പറ്റും. ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ലൊരു ഫ്ലാഷ് ബാക്ക്, ഏറ്റവും നല്ലൊരു ഗൂസ് ബംസ് തന്നേക്കുന്ന ഒരു ഫ്ലാഷ് ബാക്ക് സീനായിരുന്നു ഈ സിനിമയ്ക്കകത്ത് ഉണ്ടായെന്നുള്ളൊരു കാര്യം പറയാൻ പറ്റും.
സോ അത്രയും ഒരുപാട് നല്ല എലമെന്റ്സുകളുള്ള ഒരുപാട് നല്ല മ്യൂസിക് കമ്പോണൻസ് ഉള്ള ബേസിക്കലി അനിരുദ്ധക്ക് ഈ സിനിമയ്ക്കായിട്ട് ചെയ്തിരിക്കുന്ന പരിപാടി എന്ന് പറയുന്നത് പുള്ളി ചത്ത് പണിയെടുത്തിട്ടുണ്ട്. ചത്ത് പണിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തലൈവർ ഫാൻ ബോയ് ആണ് അനിരുദ്ധ എന്നുള്ളൊരു കാര്യം അറിയാം. അതുകൊണ്ട് തന്നെ പിന്നെ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. എനിക്ക് തോന്നുന്നു ജയിലറിനേക്കാളും കൂടുതൽ എഫേർട്ട് എടുത്തിരിക്കുന്ന സിനിമ എന്ന് പറയുന്നത് കൂലിയ എന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നുന്നത്. അത്രമാത്രം ഡിഫറെന്റ് ആയിട്ടുള്ള സോങ്ങുകളും ബീറ്റുകളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കുന്ന ഒരു പരിപാടിയാണ് ഈ സിനിമയ്ക്കകത്തുള്ളത്. സോ ഒരിക്കലും ലോകേഷ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഒരു സിനിമയ്ക്കകത്ത് കുറച്ച് ലോജിക്കൽ എററുകൾ വന്നു എന്നുള്ളൊരു കാര്യം വെച്ചുകൊണ്ട് അദ്ദേഹം ഭയങ്കര മോശമായിട്ടുള്ള ഒരാളെന്നുള്ളൊരു കാര്യം ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹം ഒരുപാട് നല്ല സിനിമകൾ ചെയ്ത് ഓൾറെഡി അദ്ദേഹത്തിന്റെ കഴിവ് കാണിച്ചേക്കുന്ന ഒരാൾ തന്നെയാണ്. സോ ഇനി ഒരുപാട് സിനിമകൾ വരാനായിട്ട് ഇരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് LCU സിനിമകളുടെയൊക്കെ ഒരു തിരിച്ചുവരവിന്റെ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ പുള്ളിക്ക് എക്സ്പോസ് ചെയ്യാനായിട്ട് പറ്റും. ഒരുപാട് കാര്യങ്ങൾ പുള്ളിയുടെ ക്രിയേറ്റീവ് സൈഡുകളെ കുറിച്ച് എടുത്ത് കാണിക്കാനായിട്ട് പറ്റും. അതിപ്പോ കൈതി 2 ആയിക്കോട്ടെ, റോളക്സ് ആയിക്കോട്ടെ, ഇനി വരുന്ന എല്ലാ സിനിമകളും ഒരുപാട് എക്സ്പെക്ടേഷൻസുകൾ, അല്ലെങ്കിൽ എന്റെ എക്സ്പെക്ടേഷൻ ഇതുവരെ പോയിട്ടില്ല എന്നുള്ള കാര്യം ഞാൻ വീണ്ടും പറയാണ്. ഒരു സിനിമയിൽ കുറച്ച് മോശമായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ലോജിക്കൽ എററുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു ഡയറക്ടറിനെ മോശമായിട്ട് കാണാൻ പറ്റില്ല. പണ്ട് രജനീകാന്ത് ഒരു ഓഡിയോ ലോഞ്ചിൽ വെച്ച് പറഞ്ഞിരിക്കുന്ന ഒരു ഡയലോഗാണ് എനിക്ക് ഓർമ്മ വരുന്നത്. കണ്ടന്റ് ചിലപ്പോൾ മോശമായേക്കാം, പക്ഷേ ഒരു നല്ല ഡയറക്ടർ ഒരിക്കലും മോശം ഡയറക്ടറായിട്ട് മാറില്ല. കാരണം കഴിവ് ഓൾറെഡി തെളിയിച്ചേക്കുന്ന ഒരു ഡയറക്ടറാണ് ലോകേഷ് കനകരാജ് എന്ന് പറയുന്നത്. സോ ആ ഒരു വ്യക്തിയിലുള്ള അല്ലെങ്കിൽ ആ ഒരു ഡയറക്ടറുള്ള വിശ്വാസം ഇനി ഇറങ്ങുന്ന സിനിമകളിലാണെങ്കിലും ഉണ്ടെന്നുള്ള കാര്യം ഞാൻ വീണ്ടും പറയാണ്. എനിവേസ്, കൂലി സിനിമയുടെ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാനായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം പറയുന്ന സമയത്ത് ഈ സിനിമയുടെ കുറെ കാര്യങ്ങൾ ഇവർ പറയാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും കുറെ കാര്യങ്ങൾ ഇവർക്ക് പറയാനായിട്ട് പറ്റിയിട്ടില്ല എന്നുള്ള കാര്യം ഒരു സത്യം തന്നെയാണ്. സിനിമ കാണുന്ന സമയത്ത് കുറെ ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിലനിൽക്കും. ഈ ചോദ്യങ്ങൾക്കുള്ളൊരു മറുപടി ആയിട്ടായിരിക്കുമോ ഒരു കൂലി 2 സംഭവിക്കുക എന്നുള്ളൊരു കാര്യം ഒരു വലിയൊരു ചോദ്യം തന്നെയാണ്. നമ്മൾ പണ്ട് ഈ സിനിമയുടെ ഡീകോഡിങ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരുപക്ഷെ ഒരു കൂലി 2 സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ കുറേയധികം കണക്ഷൻസുകൾ വരാനായിട്ടുള്ള സാധ്യതകളെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൂലി 2 സംഭവിക്കും എന്നുള്ള രീതിക്കുള്ള ഒരു അപ്ഡേറ്റുകൾ തന്നെയാണ് പല സോഴ്സുകളിൽ നമുക്ക് കിട്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് ഈ സിനിമ ഒരു നല്ല വിജയമായിട്ട് മാറാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഫസ്റ്റ് ഈ സിനിമയുടെ കളക്ഷൻ എന്ന് പറയുന്നത് നല്ലൊരു കളക്ഷൻ കിട്ടിയിട്ടുണ്ട്. സോ ബിസിനസ് വൈസ് ഈ സിനിമ നല്ലൊരു സെറ്റാന്നുള്ള കാര്യം തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് ജയിലർ സിനിമയ്ക്ക് ഒരു സെക്കൻഡ് പാർട്ട് വന്നേക്കുന്ന പോലെ തന്നെ ഈ സിനിമയ്ക്ക് ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടെന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇവർ പറയുന്നത്. ആൻഡ് കൂലി കണ്ടവർക്കും അതിനെക്കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് വരാൻ പോകുന്ന വില്ലൻ ആരാന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു ഐഡിയ ഏകദേശം കിട്ടിയിട്ടുണ്ടാവും. ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ ഒരു പഴയ കാല പരിപാടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ സിനിമയുടെ ഒരു 2 മിനിറ്റ് കണ്ടേക്കുന്ന സമയത്തിന് കിട്ടിയേക്കുന്ന ഗൂസ് ബംസ് പറയുന്ന അങ്ങേറ്റായിരുന്നു. എന്തായാലും ഇത് സ്റ്റാറ്റസ് ഇടുന്ന ഒരു എലമെന്റിനെ ആയിരിക്കും എന്നുള്ളൊരു കാര്യം പറയാം. അതിന് മാത്രം ഒരു ഇമ്പാക്ട് വന്നേക്കുന്ന ഒരു ഫ്ലാഷ് ബാക്സ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. സോ ആ ഒരു സാധനത്തിന്റെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷൻ ആയിരിക്കോ അല്ലെങ്കിൽ അതിന്റെ കഥ പറഞ്ഞു പോകുന്നൊരു സിനിമയായിരിക്കോ, കൂടുതലും കാണിച്ചു പോകുന്ന ഒരു സിനിമയായിരിക്കോ ഇനി കൂലിയുടെ സെക്കൻഡ് പാർട്ട് എന്നുള്ളൊരു കാര്യം അറിയില്ല. എനിവേസ്, കൂലി സിനിമയുടെ സെക്കൻഡ് പാർട്ട് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. കാരണം മുൻപേ തന്നെ ഇതിനെക്കുറിച്ച് അനിരുദ്ധ് ഓഡിയോ ലോഞ്ചിന്റെ സമയത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു. ലോകേഷ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ പവർ കൊണ്ടും അല്ലെങ്കിൽ രജനീകാന്ത് എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡ് പവർ കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു വലിയ രീതിക്കുള്ള ഒരു ഫസ്റ്റ് ഡേ കളക്ഷന് ശേഷം ഇനിയും സിനിമ നല്ല രീതിക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ 1000 crores അടിക്കുമോ എന്നുള്ളൊരു കാര്യമൊക്കെ ആണെന്നുണ്ടെങ്കിൽ സംശയമാണ്. കാരണം നമ്മൾ പറയില്ലേ, സിനിമയുടെ ആ ഒരു ഇനീഷ്യൽ ഡേയ്സിനകത്ത് കിട്ടുന്ന ഒരു കളക്ഷൻ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടേക്ക് കിട്ടുന്ന കാര്യം എങ്ങനെയായിരിക്കും എന്നുള്ളത് പറയാൻ പറ്റില്ല. പോരാത്ത ഈ സിനിമയ്ക്ക് ഒരുപാട് നെഗറ്റീവ് അഭിപ്രായങ്ങൾ വന്നേക്കുന്നതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് 1000 crores അടിക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തിലൊന്നും ഒരു ഉറപ്പൊന്നുമില്ല. എനിവേസ്, കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. സോ കൂലി കണ്ടവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ്? നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തത്? ഓരോരുത്തർക്ക് വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായങ്ങൾ ഉണ്ടാവും. ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ അത് അവരവരുടെ മാത്രം അഭിപ്രായമാണെന്നുള്ളൊരു കാര്യം ഞാൻ വീണ്ടും പറയാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളൊരു കാര്യം നിങ്ങൾ താഴെ വന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ മാക്സിമം പേരോട് ഷെയർ ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിച്ച് തൊട്ടുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വീഡിയോയുടെ അപ്ഡേറ്റുകളെല്ലാം നമ്മൾ കൂട്ടിയായിട്ട് ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഇറ്റ്സ് ബീൻ ഓൺ ആൻസർ ബൈ സൈനിങ് ഔട്ട്. ബൈ.